സിവിൽ ടെക്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാത്സിലെ മൊഡ്യൂൾ 3 ആണ്. അപ്പോൾ മൊഡ്യൂൾ 3ൽ മെയിനായിട്ട് പറയുന്നത് കോംപ്ലക്സ് വേരിയബിൾ ഡിഫറൻസിയേഷനെ കുറിച്ചാണ്. മൊഡ്യൂൾ 3ൽ ഉള്ള കണ്ടൻസ് അതിൽ കോംപ്ലക്സ് ഫംഗ്ഷൻ ഉണ്ട്, ലിമിറ്റ്, കണ്ടിന്യൂറ്റി, അനലിറ്റിക് ഫങ്ഷൻസ്, ഇതുപോലെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്തെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷന് പഠിക്കുന്നതിന് മുന്നേ തന്നെ കോംപ്ലക്സ് നമ്പറിൻ്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറയാം. ഇത് മുന്നേ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മൾ +1 +2 കോംപ്ലക്സ് നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ എന്താണ് കോംപ്ലക്സ് നമ്പർ, അതിൻ്റെ റിയൽ പാർട്ട് എന്താണ്, ഇമാജിനറി പാർട്ട് എന്താണ്, കോൺജുഗേറ്റ് എന്താണ്, മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്താണ്, അതുപോലെ പോളാർ ഫോം എന്താണ്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഡീറ്റെയിൽസാണ് ഇന്ന് ആദ്യം പറയാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പർ. എന്താണ് കോംപ്ലക്സ് നമ്പർ എന്നാണ്. കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ Z = x + iy. ഈ x + iy എന്നുള്ള ടേം എന്ന് വെച്ചാൽ Z = x + iy എന്ന് എഴുതാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇതിൽ ഈ x എന്ന് പറയുന്നത് അതിൻ്റെ റിയൽ പാർട്ടാണ്. എക്സ് എന്ന് പറയുമ്പം കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും, വൈ എന്ന് പറയുന്ന iy എന്ന് വെച്ചാൽ ഐ വരുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ ഐ വരുന്നത് കൊണ്ടാണ് അതിന് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് തന്നെ പറയാൻ കാരണം. ഈ iy എന്ന് പറയുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറയുന്നതിനെ നമ്മൾ പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. ഓക്കെ, ഇമാജിനറി പാർട്ട്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന് റിയൽ പാർട്ടും കാണും, ഇമാജിനറി പാർട്ടും കാണും. അതുപോലെ തന്നെ ഈ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് √-1. ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കാം, കാരണം ഇത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നാലേ ഈ മൊഡ്യൂൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ √-1. ഇനി ഈ ഐയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഇതിൽ I² ആണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വരും, -1 വരും. I³ എടുക്കുന്നതെങ്കിൽ -i വരും. 1/i എന്നാണ് വരുന്നതെങ്കിൽ -1. അപ്പോൾ ഈ ഐയുടെ ടേമിൽ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഐ വന്ന √-1, I² -1, I³ -i, 1/i എന്ന് പറഞ്ഞാൽ -i. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഐയുടെ ടേംസ് വരുന്നത്. ഇത് ഐ ആണ്. ഇനി അടുത്ത് നമുക്ക് എന്താണ് കോൺജുഗേറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് നോക്കാം. കോൺജുഗേറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് Z ആണ്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഉള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ ആ സൈൻ ചേഞ്ച് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ Z എന്ന് പറയുന്നത് നമ്മൾ x + iy എന്നാണ് എഴുതുന്നതെങ്കിൽ കോൺജുഗേറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് x - iy. ഈ പ്ലസിൽ നിന്ന് നെഗറ്റീവ് സൈനിലോട്ട് ചേഞ്ച് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പറയുന്നത് മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പറാണ്. മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ നൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ്. മോഡുലസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് എഴുതുന്നത് ഇതിൻ്റെ x² + y² എന്നാണ്. എന്ന് വെച്ചാൽ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. അതാണ് മോഡുലസ് ഓഫ് Z എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ തന്നെ ഇതിലെ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോമിൽ എഴുതാൻ പറ്റും. അല്ല എങ്കിൽ അതിനെ പറയുന്നത് പോളാർ ഫോം. പോളാർ ഫോം അല്ലെങ്കിൽ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ Z = Re⁻iθ എന്ന് വെച്ചാൽ നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ x + i എന്ന് മാത്രമല്ലാതെ Re⁻iθ എന്നും എഴുതാൻ പറ്റും. അതിനെയാണ് നമ്മൾ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ e⁻iθ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? e⁻iθ = cos θ + I sin θ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതിയ ഇക്വേഷനിൽ Z = Re⁻iθ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? e⁻iθയുടെ സ്ഥാനത്ത് cos θ + I sin θ എന്ന് എഴുതാം. R അകത്തോട്ടേക്ക് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും? R cos θ + I R sin θ. ഓക്കെ, അപ്പോൾ ഇതിൽ റിയൽ പാർട്ട് എഴുതാൻ പറഞ്ഞാൽ എന്താണ്? R cos θ ആണ് വരുന്നത്. ഐ ഇല്ലാത്ത പാർട്ടാണ് റിയൽ ആയിട്ട് എടുക്കുന്നത്. അടുത്ത് ഇമാജിനറി പാർട്ട് എഴുതാൻ പറഞ്ഞാൽ അതെന്താണ്? R sin θ. ഇനി ഇതിൽ തീറ്റ കണ്ടുപിടിക്കേണ്ടി വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല tan ഇൻവേഴ്സ് അതിൻ്റെ ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ടാണ്. ഓക്കെ, tan ഇൻവേഴ്സ് ഇമാജിനറി പാർട്ട് ബൈ റിയൽ പാർട്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ R sin θ / R cos θ എന്നുള്ള രീതിയിൽ വേണം നമ്മളിതിൽ തീറ്റ കണ്ടുപിടിക്കാൻ. ഓക്കെ,
ഇനി ഈ കോംപ്ലക്സ് നമ്പേഴ്സ് യൂസ് ചെയ്ത് തന്നെ ഇതിനെ ഗ്രാഫിക്കലിയും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ നമ്മൾ ആർഗൻ പ്ലെയിൻ എന്നാണ് പറയുന്നത്. ആർഗൻ പ്ലെയിൻ. ഇതൊരു വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ് ആണെന്നറിയാം. സോ ഇതിനെ നമ്മൾ പൊതുവെ പറയുന്നത് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ റിയൽ ആക്സിസും വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആക്സിസ് എന്നുമാണ് പറയുന്നത്. ഇതിൽ ഞാനിപ്പോൾ ഇവിടെ ഇസഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇസഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് കോമ വൈ. അപ്പോൾ ഇതിൽ എനിക്കിങ്ങനെ ഒറിജിനൽ നിന്നാണ് എടുക്കുന്നത്. ഞാൻ ഈ ഒറിജിനൽ നിന്നാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒറിജിനൽ നിന്ന് വരയ്ക്കുന്ന ആ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ എൻ്റെ പോയിന്റ് എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിനെ ഞാൻ പറയുന്നത് ആറായിട്ടാണ്. ഈ ഒരു ലൈനാണ് 6. ഇതിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിനിലെയാണ് ഞാൻ ആർഗൻ പ്ലെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് നേരെ കോംപ്ലക്സ് ഫംഗ്ഷനിലോട്ട് പോകാം. എപ്പോഴും കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് കോമ വൈ എന്നുള്ള ടേമിലാണ് വരുന്നത്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി. ഇതിൽ യു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2ixy. അപ്പോൾ ഇതിൽ എൻ്റെ യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും വി എന്ന് പറയുന്നത് ഈ ഐ ഇല്ലാത്ത പോർഷനാണെന്ന് വെച്ചാൽ 2xy എന്ന് പറയുന്നതാണ് എൻ്റെ വി. ഈ ഒരു സംഭവമാണ് ഞാൻ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ 1. ഓക്കെ, ഇപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷനെ കുറിച്ച് ഇത്രയും മാത്രമേ അറിയാനുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ഫോളോയിങ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ഇസഡ് സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ റിയലും ഇമാജിനറി പാർട്ടും ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ പോകുമ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ഇസഡ് സ്ക്വയർ. ഇനി ഇസഡ് എന്താണെന്ന് നമുക്കറിയാം, എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ നമുക്കിവിടെ എഴുതാമല്ലോ, ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ്പാൻഡ് ചെയ്താൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് 2iy(x) പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ. അതിൽ എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? ഐ വൈ ദി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ അപ്പോൾ എഴുതുമ്പോൾ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. അറ്റ് 2iy(x) പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ. ഇനി ഇതിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഐ സ്ക്വയർ ഇസ് ഇക്വൽ ടു -1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2iy(x) ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ തന്നെയാണ് വരുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 2iy(x) മൈനസ് വൈ സ്ക്വയർ. ഞാൻ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഒരിടത്ത് ആക്കുകയാണ്. പ്ലസ് i2yx ഈ ഒരു ഫോമിലാണ് എനിക്ക് കിട്ടിയത്. ഇനി ഇതിൽ നിന്ന് എനിക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എടുക്കാമല്ലോ. എൻ്റെ റിയൽ പാർട്ട് ഞാൻ യു ആയിട്ടാണ് എടുക്കുന്നത്. യു ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതെന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട്. വി എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടാണ്. ഇമാജിനറി എന്ന് പറയുന്നത് 2xy അല്ലെങ്കിൽ 2yx എങ്ങനെ എഴുതിയാലും ഒന്ന് തന്നെയാണ്. അതാണ് എൻ്റെ ഇമാജിനറി പാർട്ട്. ക്വസ്റ്റ്യൻ നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ തന്നാൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ഫോളോയിങ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ തന്നേക്കുന്നത് എഫ് ഓഫ് ഇസഡ് ഇസ് ഇക്വൽ ടു 3z² മൈനസ് ഇസഡ് എന്നുള്ള ഫോമിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എന്തറിയാം? ഇസഡിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാം. ഇസഡിൻ്റെ വാല്യൂ എന്താണ്? എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ ഈ ഒരു പോർഷനിലോട്ട് നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. 3 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ഐ വൈ. ഇനി നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ എക്സ് പ്ലസ് ഐ വൈ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാമല്ലോ. ഓക്കെ, നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി എന്ത് ചെയ്യുക? 2 ബ്രാക്കറ്റ്സും ഓപ്പൺ ചെയ്ത് എഴുതുക. എന്നിട്ട് ഐ വരുന്ന പോർഷൻ ഒരിടത്ത്, അല്ലാത്ത പോർഷൻസ് ഒരിടത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഫൈനലി കിട്ടുന്നത് 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബ്രാക്കറ്റിന് വെളിയിൽ മൈനസ് എക്സ് എന്ന് വെച്ചാൽ ഈ എക്സ് ഐ ഇല്ലാത്ത ടേം എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് എഴുതി, അത്രയേ ഉള്ളൂ. പ്ലസ് ഐ ഇൻറ്റു ഐ വന്ന ടേം എങ്ങനെയാണ്? കോമൺ ആയിട്ട് ഐ വരും. ആ ഐ ഞാൻ പുറത്തെടുക്കുമ്പോഴാണ് എനിക്ക് ഐ ഇൻറ്റു 2yx മൈനസ് വൈ എന്നുള്ള ഫോമിലോട്ട് വരുന്നത്.
ഇനി ഇതിൽ ഡയറക്റ്റായിട്ട് എനിക്ക് യുവും വിയും എഴുതിക്കൂടെ? എങ്ങനെ വരും? യു എന്ന് പറയുന്നത് 3x² - y² മൈനസ് എക്സ്, ഇത്രയും ടേമാണ് എൻ്റെ യു. അപ്പോൾ വി എങ്ങനെയായിരിക്കും? ഐയിൽ വരുന്ന ടേമാണ് 2yx - y. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ഇടയിലുള്ള സ്റ്റെപ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം ഇടയിലുള്ള സ്റ്റെപ്പിൽ ഡൗട്ട് വരാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആ പ്യുവറായിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഐ വരുന്നതെല്ലാം ഒരുമിച്ച് എഴുതി, അല്ലാത്ത ടേംസ് ഒരുമിച്ച് എഴുതി. ഐ വരുന്ന ടേമിൽ ഒരുമിച്ച് എഴുതിയിട്ട് ഐനെ ഞാൻ പുറത്തെടുക്കുകയാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളെ ഈ 3 സ്റ്റെപ്പിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇത്രയേ ഉള്ളൂ ഈ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും വന്നാൽ ചെയ്യാനായിട്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഫൈൻഡ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ഫോളോയിങ് ഫംഗ്ഷൻ f(z) = e⁻z. ഈ e⁻z പിന്നെ ലോഗൊക്കെ വെച്ച് ചെയ്യുന്നതൊന്ന് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള പ്രോബ്ലംസിനൊക്കെ ആവശ്യമായിട്ട് വരും. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഈ f(z) = e⁻z എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ e⁻z എന്ന് പറഞ്ഞ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? e⁻x + iy. ഇനി ഈ റേസ് അല്ലെങ്കിൽ എന്താണ് x⁻m + n എന്ന് വന്നാൽ നമ്മൾ എങ്ങനെ എഴുതും? x⁻m × x⁻n. ഈ ഒരു ഫോമിൽ നമുക്കിതിനെ ആക്കിക്കൂടെ? എങ്ങനെ? e⁻x × e⁻iy. ഈ ഒരു ടേമിൽ നമുക്കിതിനെ എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്തു? e⁻x + iy വന്നതിനെ നമ്മൾ 2 സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം e⁻x × e⁻iy എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അല്ലെങ്കിൽ i⁻θ എന്ന് പറയുന്ന ഒരു ടേമിനെ ഞാൻ cos θ + sin θ എന്നുള്ള രീതിയിൽ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമായിരുന്നു. e⁻iθ cos θ + i sin θ എന്നുള്ള ടേമിൽ എഴുതാം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യത്തെ e⁻x ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. e⁻iy നമുക്ക് എന്തായിട്ട് എഴുതാം? cos y + i sin y. ഈ ഒരു ടേമിൽ എഴുതാമല്ലോ, cos y + i sin y. ഇത് ബ്രാക്കറ്റിനകത്ത് തന്നെ ഇടാം. അതിനുശേഷം രണ്ടിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ e⁻x 2 ടേമിലും പോകുന്നുണ്ട്, i × e⁻x sin y. അപ്പോൾ ഇതിലിനി ഡയറക്റ്റായിട്ട് എഴുതിക്കൂടെ? യു എന്ന് പറയുന്ന റിയൽ പാർട്ട് എന്ന് പറയുന്നത് e⁻x cos y ഉം ഇമാജിനറി പാർട്ട് v എന്ന് പറയുന്നത് e⁻x sin y ഉം ആണ്. ഇനി ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ ലോഗ് വരുന്ന പ്രോബ്ലം എങ്ങനെ ചെയ്യും? ക്വസ്റ്റ്യൻ ഇതാണ്, f(z) = log z. ഇതും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറിഞ്ഞിരിക്കാം. ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 ഇക്വേഷൻസ് എഴുതാം. ഈ ഇക്വേഷൻസ് ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. log a + log b ഫസ്റ്റ് മൊഡ്യൂൾ ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. log a + log b എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? log ab. അതുപോലെ log a - log b എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? log a/b. അതുപോലെ log x⁻a എന്ന് പറഞ്ഞാൽ a log x. ഇത്രയും ഇക്വേഷൻസ് നമ്മളിതിൽ ബൈഹാർട്ട് ആക്കിയിരിക്കണം. അതുപോലെ തന്നെ ലോഗ് ഇ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. ഇതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് അറിയാമെങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് മെയിൻ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എങ്ങനെയാണ്? f(z) = log z ആണ്. അപ്പോൾ f(z) = log z എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ഇതിൽ നോട്ട് ചെയ്യുക. ഈ log z-നെ നമുക്ക് ഏത് രീതിയിലാണ് എഴുതേണ്ടത്? സാധാ കോംപ്ലക്സ് ഫംഗ്ഷൻ എഴുതും പോലെ x + iy എഴുതാൻ പറ്റത്തില്ല. ലോഗ് വരുന്ന കേസെല്ലാം r(e⁻iθ) എന്നുള്ള ടേമിൽ തന്നെ എഴുതണം. ശ്രദ്ധിക്കുക, ലോഗ് വരുന്ന കേസസിൽ നമുക്ക് x + iy എന്ന് പറയുന്ന ടേമിൽ എഴുതാൻ പറ്റത്തില്ല. r(e⁻iθ) കുറച്ചുകൂടെ കംഫർട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എഴുതാൻ പറ്റുന്നത് r(e⁻iθ) എന്നുള്ള ഫോമാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പം ലോഗ് ഇസഡ് എന്ന് പറയുമ്പം എങ്ങനെ നിന്നു? r(e⁻iθ) എന്നുള്ള ഫോമിലാണ് ഞാൻ എഴുതിയത് ഇസഡിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ എഴുതാം? ലോഗ് r ഇൻറ്റു എന്ന് വെച്ചാൽ a + ബിയുടെ ഫോമിൽ അല്ലെങ്കിൽ a × ബിയുടെ ഫോമിലാണ് കിടക്കുന്ന. r എന്ന് പറഞ്ഞാൽ a ആയിട്ട് എടുക്കാം, e⁻iθ ബിയുടെ ടേമിൽ. ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് ലോഗ് r പ്ലസ് എങ്ങനെ എഴുതാം? ലോഗ് e⁻iθ എന്നുള്ള രീതി എഴുതാം. കാരണം മൾട്ടിപ്ലിക്കേഷനാണ് വന്നത്. അപ്പോൾ പ്ലസ് ഉള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ അടുത്ത സ്റ്റെപ്പിൽ ലോഗ് r പ്ലസ് e⁻iθ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പറഞ്ഞു? ലോഗ് x⁻a എന്ന് വന്നാൽ a log x എന്നുള്ള ടേമിൽ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ
ഐ തീറ്റ പ്ലസ് ലോഗ് ഇ. ഓക്കെ, ഐ തീറ്റ പ്ലസ് അല്ല, ഐ തീറ്റ ലോഗ് ഇ. ഓക്കെ, ഐ തീറ്റ ലോഗ് ഇ. ഇനി വീണ്ടും ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ലോഗ് ഇ എന്ന് പറയുന്നത്? എന്തായിട്ടാണ് എടുക്കേണ്ടത്? 1 ആണ്. ലോഗ് ഇ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ആർ പ്ലസ് ഐ തീറ്റ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഇനി ഇതിൽ ഇപ്പോഴും സോൾവ് ആയില്ല. ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ലോഗ് ആറിന് നമ്മൾ എങ്ങനെയാണ് വാല്യൂ കൊടുത്തുകൊണ്ടിരുന്നത്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ. തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ടാൻ ഇൻവേഴ്സ് ഇമാജിനറി പാർട്ട് ബൈ റിയൽ പാർട്ട്. ഓക്കെ, ഇമാജിനറി പാർട്ട് ബൈ റിയൽ പാർട്ട്. ഇത് ഇക്വേഷൻ കൊടുക്കുക. ഇനി ഇതിന് എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതിൽ ലോഗ് റൂട്ട് മാറ്റുമ്പോൾ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 പ്ലസ് ഐ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഇതിൽ റേസ് ടു 1/2 നമ്മൾ മാറ്റിയിട്ട് ഫ്രണ്ടിലോട്ട് ഇടുകയാണ്. 1/2 ആവും. അപ്പോൾ 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഇനി നമുക്കിതിൽ എന്ത് ചെയ്യാം? ഐയുടെ പാർട്ട് സെപ്പറേറ്റ് ആയിട്ടും യുവിൻ്റെ പാർട്ടും വിയുടെ പാർട്ട് സെപ്പറേറ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്? എന്ന് വെച്ചാൽ റിയൽ സെപ്പറേറ്റ്, ഇമാജിനറി സെപ്പറേറ്റ് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? യു റിയൽ പാർട്ട് 1/2 ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും വി എന്ന് പറയുന്ന ഇമാജിനറി പാർട്ട് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സും ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ്. കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്നും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് വെച്ചായിരുന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് വരുന്ന സെക്ഷൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ.